കടം മേടിക്കുമ്പോഴുള്ള ഉഷാറൊന്നും കടം മേടിച്ചിട്ട് പിന്നെ തരാനുണ്ടാവുന്നില്ല. ഇജെന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? ഫോൺ വിളിക്കണേക്ക് മനസ്സിലായി. ആ പൈസ വേണ്ടിട്ടല്ലേ, ആ പൈസ തരാം ഞാൻ. ഇനി എപ്പോൾ തരാൻ വെച്ചിട്ടാ? ഞാൻ തരാമെന്ന് പറഞ്ഞാണ് തരുന്നത്. 1-ാം തീയതി തരാമെന്ന് പറഞ്ഞാ, പിന്നെ 10-ാം തീയതി പറഞ്ഞു, ഇപ്പോൾ 31-ാം തീയതി കഴിഞ്ഞു. ഇനി എപ്പോൾ തരാൻ വെച്ചിട്ടാ? കൂടുതൽ വർത്താനം പറഞ്ഞ നിങ്ങൾക്ക് പൈസ കൊടുക്കുന്ന എന്താ തെളിവ് നിങ്ങൾക്ക്? അതപ്പോൾ കണക്ക് എന്ത് വർത്താനം അത്? ഒന്ന് വരും. ഞാനാ എന്തിയെ? എന്തി വിളിച്ച്? അസറാക്കോ അത്യാവശ്യമായിട്ട് ഒരു 5000 റുപ്യ കടം തരുങ്ങൾ? ഇല്ല കേട്ടോ, തരില്ല. ഇനി ഇങ്ങനെ എന്തിനാ വെറുതെ ഈ നല്ല ബന്ധേ വെറുതെ വഷളാക്കണ്ട, വേണ്ട. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തരും, അല്ലാതെ ഇപ്പം ഞങ്ങളോട് ചോദിക്കില്ലല്ലോ. നിങ്ങളുള്ളൂ എന്നെ സഹായിക്കാല്ലേ. അങ്ങനെ പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്യാ? ഒരു കാര്യം ചെയ്യേ, ഞാനൊരു എഗ്രിമെൻ്റ് പേപ്പർ തരാം, അതിലാണ് ഒപ്പിട്ട് തന്നോ. കൃത്യസമയത്ത് ഇജ് തരുമെന്നും പറഞ്ഞാണ്ടിൻ്റെ ഒരു എഗ്രിമെൻ്റ് പേപ്പർ. നാസറാക്കോ, ഈ ചെറിയ പൈസക്കൊക്കെ എഗ്രിമെൻ്റ് വേണം. ചെറിയ പൈസയാണെങ്കിലേ എഗ്രിമെൻ്റ് വേണം. ഇനി എഗ്രിമെൻ്റ് ഇല്ലാതെ ഒരു പരിപാടി നടക്കില്ല. ഒരാൾക്കും ഇനി കടം കൊടുക്കാൻ പറ്റില്ല എഗ്രിമെൻ്റ് ഇല്ലാതെ. നാസറാക്കോ, നമ്മൾ തമ്മിൽ ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് വേണം. എന്നാ ഈ പേപ്പറിൽ ഒപ്പിട്. ഏത് ഡേറ്റിലേക്ക് തരുന്നത് എന്നുള്ളത് പറഞ്ഞിട്ട് ഒപ്പിട്ട് തന്നോ. എന്താ അറിയോ, ബന്ധങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാൻ ഏറ്റവും നല്ലത് ഇതാണ്, ഒരു കരാറുണ്ടായിരിക്കുന്നത്. സലാമിനെ വിളിക്കൊരു സാക്ഷിക്ക്. സലാമേ ബാ. പൈസ കൊടുക്കൂലേ, തിരിച്ചു കൊടുക്കൂലേ? ബന്ധങ്ങളാണ് നമ്മുടെ സമ്പത്ത്. ആ ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുതേ. അതുകൊണ്ട് തന്നെ കരാറുകൾ പാലിക്കുക.